തുടക്കത്തിൽ വെർബൽ അബ്യൂസ് ആവാം, അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഫിസിക്കൽ അബ്യൂസ് ആവാം, പിന്നീട് വന്ന് ഒരാൾക്ക് സംശയമുണ്ട് എങ്കിൽ അത് ഒരു ദിവസമല്ലല്ലോ ആ സംശയം വരുന്നത്. അപ്പോൾ പലപ്പോഴും അതിന് സാരമില്ല, നോർമലൈസ് ചെയ്തിട്ടാണ് എപ്പോഴും ഇത് വലിയൊരു ആപത്തിലേക്ക് പോയിട്ട് ഇത് നിങ്ങളുടെ ഇടയിൽ ഒരു മർഡർ കേസായിട്ട് വരുന്നത്. എപ്പോഴും ഫാമിലിക്കകത്ത് നടക്കുന്നതിന് വിക്ടിം തന്നെ കാണേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് വിക്ടിമായിട്ട് മാറുന്നതിന് ഒരു അപകടം വരുന്നതിന് മുമ്പേ വിക്ടിം കരുതേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കൂടെ ചേർക്കുന്നുണ്ട്. ഇത് വെറും ഒരു മർഡർ കേസ് മാത്രമാണോ, അതോ ഫാമിലി ലോ നിങ്ങളോട് പറയുന്ന പലപ്പോഴായി പറയുന്ന ഒരു ലോ റിമൈൻഡറാണോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ കാണുന്നവർക്ക് അല്ലെങ്കിൽ മീഡിയയ്ക്ക് ഇതൊരു മർഡർ ന്യൂസ് അല്ലെങ്കിൽ ഒരു കൊലപാതക കേസ് മാത്രമാണ്. പക്ഷേ നിയമം പലപ്പോഴായിട്ട് നമ്മളോട് പറയുന്ന ഒരു റിമൈൻഡർ ഉണ്ട്, ഇതൊരിക്കലും നോർമലൈസ് ചെയ്ത് കളയരുത്, അല്ലെങ്കിൽ ഇതൊരു വലിയൊരു ക്രൈമാണെന്ന്. മിക്കപ്പോഴും ഫാമിലി കേസുകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, തുടക്കം വരുമ്പോഴേക്കും അത് വളരെ നോർമലൈസ് ചെയ്തിട്ട് ഒരു ചെറിയൊരു അബ്യൂസ് അല്ലേ, ചിലൊരു പ്രശ്നമല്ലേ, അതിനെ ഇങ്ങനെ വളച്ചൊടിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് കുടുംബ വക്കീലാകുമ്പോഴേക്കും ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ടതുണ്ടോ എന്നുണ്ട്. പലതും ഈ വലിയൊരു ആപത്തിലേക്ക് പോകുന്നതിന് മുന്നേയാണ് ലോ അവിടെ വന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരമാണെങ്കിലും അല്ലെങ്കിൽ ഈവൻ ഫാമിലി ലോസിലെ ഡിവോഴ്സ് പോലുള്ളതാണെങ്കിലും വലിയൊരു അപകടത്തിലേക്ക് പോകുന്നതിന് മുന്നേയാണ് അത് ലോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. പക്ഷേ അതിനെ എല്ലാം ഇഗ്നോർ ചെയ്ത് സമൂഹം അല്ലെങ്കിൽ മീഡിയേറ്റേഴ്സ്, ബന്ധുക്കൾ, ഈവൻ റിലീജിയൻ കൂടെ അവരെ ഒന്നിപ്പിച്ച് അതൊരു വലിയ ആപത്തിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ട് മീഡിയ പറയുന്നത് എന്താ, ഇത് സസ്പീഷ്യൻ്റെ പ്രകാരം അല്ലെങ്കിൽ സംശയത്തിൻ്റെ പ്രകാരമാണ്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഫാമിലി ഇഷ്യൂസ് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞ് നോർമലൈസ് ചെയ്തിട്ട് അത് വെറും ഒരു മർഡർ കേസായിട്ട് മാറ്റുന്നുണ്ട്. പക്ഷേ ഇതിന് മുന്നേ പലപ്പോഴും ഇതൊരു വാണിംഗ് ആയിരുന്നു. ചെറിയൊരു ഇപ്പം സംശയമാണെങ്കിൽ തന്നെയും അത് തുടക്കത്തിൽ വെർബൽ അബ്യൂസ് ആവാം, അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഫിസിക്കൽ അബ്യൂസ് ആവാം, പിന്നീട് വന്ന് ഒരാൾക്ക് സംശയമുണ്ട് എങ്കിൽ അത് ഒരു ദിവസമല്ലല്ലോ ആ സംശയം വരുന്നത്. അയാൾ സ്ഥിരമായിട്ട് ആ പാറ്റേൺ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ പലപ്പോഴും അതിന് സാരമില്ല, നോർമലൈസ് ചെയ്തിട്ടാണ് എപ്പോഴും ഇത് വലിയൊരു ആപത്തിലേക്ക് പോയിട്ട് ഇത് നിങ്ങളുടെ ഇടയിൽ ഒരു മർഡർ കേസായിട്ട് വരുന്നത്. പിന്നെ പറയുന്ന പോലെ നമുക്കൊരിക്കലും അതൊരു എന്താ പറയുക, എത്ര നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാലും മർഡർ എന്ന് പറയുന്നൊരു അതിഭീകരമായൊരു ക്രൂരത തന്നെ, അത് കുറ്റകൃത്യവും തന്നെയാണ്. അതിപ്പോൾ സംശയത്തിൻ്റെ പേരിലായിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടിലുള്ള പ്രശ്നങ്ങളുടെ പേരിലായിക്കോട്ടെ, പെട്ടെന്നുള്ള സഡൻ പ്രൊവോക്കേഷനിൽ കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനെപ്പോഴും അതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസാണ്. എപ്പോഴും ഫാമിലിക്കകത്ത് നടക്കുന്നതിന് വിക്ടിം തന്നെ കാണേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് വിക്ടിമായിട്ട് മാറുന്നതിന് ഒരു അപകടം വരുന്നതിന് മുമ്പേ വിക്ടിം കരുതേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കൂടെ ചേർക്കുന്നുണ്ട്. വിക്ടിമിനോട് എനിക്ക് ആദ്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ പോട്ടെ, ഒരിക്കൽ കൂടെ നോക്കാം അല്ലെങ്കിൽ ക്ഷമിക്കാം. ഏറ്റവും ആദ്യത്തെ അഡ്വൈസ് ഇത് തന്നെയാണ്. നിങ്ങൾക്കെതിരെ ഒരു അബ്യൂസ് ഉണ്ടായില്ല, അതിപ്പോൾ ഫിസിക്കൽ ആവാം അല്ലെങ്കിൽ വെർബൽ ആവാം അല്ലെങ്കിൽ ഇമോഷണൽ ഏതെങ്കിലും രീതിയിലാവാം, ഒരു തരം അബ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പം ക്ഷമിക്കാം എന്ന് പറയുന്നത് മറ്റേ ആൾക്ക് കൊടുക്കുന്ന കോൺഫിഡൻസ് ആണ്. അവളൊന്നും ചെയ്യില്ല അല്ലെങ്കിൽ അവൾ പ്രതികരിക്കില്ല, അവൾ ആരോടും പറയില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് മറ്റേ ആൾക്ക്, അതായത് ഒരു വേട്ടക്കാരൻ അല്ലെങ്കിൽ നമ്മൾ ആക്രമിക്ക് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ആവാം. അതൊരിക്കലും ചെയ്യരുത്, ഒരിക്കലും ക്ഷമിക്കരുത് എന്നാണ് പറയുന്നത്. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്കെതിരെ എന്തെങ്കിലും വലിയ ആക്ഷൻ എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് അതിനെ പ്രതികരിക്കുക, അത് ചെയ്യരുത്, എന്നോട് ഇന്നിങ്ങനെ ചെയ്യരുത് എന്ന് നിങ്ങൾക്കൊരു വാണിംഗ് കൊടുക്കാം. അടുത്ത ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിനോട് നിങ്ങൾക്കത് പറയാം. ഒന്നും അല്ലെങ്കിൽ ഒരു പോലീസ് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിടാം. പോലീസ് കംപ്ലൈൻറ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുടുംബ പ്രശ്നം അത് സെറ്റിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് കോംപ്രമൈസ് ചെയ്യാം. എങ്കിൽ പോലും നിങ്ങളുടെ ആ കേസ് റെക്കോർഡിലും അത് സൂക്ഷിക്കപ്പെടും. അപ്പോൾ മറ്റേ ആൾക്ക് അതൊരു കേസ് ആവുമോ, അതല്ലെങ്കിൽ എനിക്കെതിരെ പിന്നെയും ഒരു ക്രൈം വരുമോ എന്നുള്ളൊരു ഭയമെങ്കിലും ഉണ്ടാവും. അത് കാരണം ഉറപ്പായിട്ടും നിങ്ങൾ എപ്പോഴാണെങ്കിലും ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിടുക. പിന്നെ ഏതെങ്കിലും ഒരു ഫിസിക്കൽ വയലൻസ് ഏറ്റ് നിങ്ങൾ ഹേർട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ദയവ് ചെയ്ത് ഹോസ്പിറ്റലിൽ പോയിട്ട് കാല് തെറ്റി വീണു അല്ലെങ്കിൽ കൊച്ചിടിച്ചു, മൂക്കിടിച്ചു, അങ്ങനെ തട്ടി പറഞ്ഞതാണെന്നൊന്നും പറയാതെ റെക്കോർഡ് തന്നെ സൂക്ഷിക്കുക. അബ്യൂസ് ബൈ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഹസ്ബൻഡ് അസാൾട്ട് ബൈ ഹസ്ബൻഡ് എന്നുള്ള റെക്കോർഡ് തന്നെ നിങ്ങൾക്ക് സൂക്ഷിക്കുക. നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കാത്തടത്തോളം കാലം പോലീസ് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്കിപ്പോൾ പരാതി ഇല്ലെങ്കിൽ പോലീസ് അങ്ങ് കയറി അയാളെതിരെ അറസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. അതേപോലെ NRI ക്ലയൻസിൻ്റെ ഞാൻ കണ്ടിട്ടുള്ളതാണ്, അയാളുടെ വിസയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ, നാട്ടിൽ
നാട്ടിലോട്ട് കയറ്റി വിടേണ്ടി വരുമോ? അത് ചിന്തിക്കേണ്ടത് അയാളാണ്, നിങ്ങളല്ല. അയാളുടെ ജോലി ബാധിക്കും, അല്ലെങ്കിൽ അയാളെ വിസ ബാധിക്കും, അയാൾ നാട്ടിലോട്ട് കയറി വരേണ്ടി വരും എന്ന് വിചാരിക്കേണ്ടത് അത് ഉപദ്രവിക്കുന്ന ആളാണ്, നിങ്ങളല്ല. അത് കാരണം അത്രയും ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് മറ്റേ കൊടുക്കാതിരിക്കുക. അതെങ്കിൽ അബ്യൂസ് പിന്നെയും കൂടിക്കൊണ്ടിരിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ മർഡർ കേസാണ് എങ്കിലും അതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് എത്തിയപ്പോഴാണ് നമ്മളെല്ലാവരും അറിഞ്ഞത്. അതിനു മുമ്പേ ഉറപ്പായിട്ടും 100% പല അല്ലെങ്കിൽ ഒരു സിംറ്റംസ് കാണിച്ചിട്ടുണ്ടാവും, ഒരു സിഗ്നൽസ് കാണിച്ചിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ വാർണിംഗ് ആയിട്ട് മനസ്സിലാക്കാതെ അതൊരു തിരിച്ചറിയാതെ വിട്ട് കൊടുക്കുമ്പോഴാണ് ഒരു വലിയൊരു ആപത്തിലേക്ക്, ചിലപ്പോൾ അത് സൂയിസൈഡിലേക്ക് ആവാം, ചിലപ്പോൾ അതേപോലെ മേർഡറിലേക്ക് ആവാം. അതിനേക്കാളും എത്രയോ നല്ലത് തുടക്കം തന്നെ അബ്യൂസിനെ നമ്മൾ അബ്യൂസായിട്ട് തന്നെ മനസ്സിലാക്കി. ഒന്നുമില്ലെങ്കിലും ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 വന്നത് നമ്മളെ വീട്ടിനകത്ത്, അതായത് ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പിലുണ്ടാവുന്ന വയലൻസിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളൊരു സംരക്ഷണ നിയമമാണ്. അതിനെങ്കിലും പോയിട്ട് നിങ്ങൾക്കൊരു ഓർഡർ വാങ്ങാം. നമ്മുടെ ലൈഫാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. നമ്മൾ ആരെങ്കിലും വന്ന് സേവ് ചെയ്യും എന്ന് നിങ്ങളാരും വിചാരിക്കണം. നമ്മുടെ ജീവനെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പം നമ്മൾക്ക് ബാക്കിയുള്ളവർക്ക് നമ്മളെ സഹായിക്കാം എന്നല്ലാതെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. അതിനുള്ള ഏറ്റവും വിധമായിട്ടുള്ള അപ്രോച്ച് നിങ്ങൾ തന്നെ എടുക്കേണ്ടി വരും. ഒന്നുകിൽ കോടതിയിൽ പോവാം, അതല്ലെങ്കിൽ അടുത്തുള്ള ആൾക്കാരോട് പറയാം. ഒന്നും പറ്റിയില്ല എങ്കിൽ എന്താ പറയുക, ഓൺലൈൻ കയറി തുണയിൽ പോലുള്ള ആപ്പിൽ ഏതെങ്കിലും പോയി രജിസ്റ്റർ ചെയ്തെങ്കിലും ഇടാം. ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പിൻവലിക്കുകയെങ്കിലും ചെയ്യാം. അങ്ങനെ റെക്കോർഡ്സ് നിങ്ങൾ സൂക്ഷിക്കുക. അത് തന്നെയാണ് എനിക്ക് വിക്ടിമിനോട് പറയാനുള്ള ഏറ്റവും അഡ്വൈസ് എന്ന് പറയുന്നത്. പിന്നെ നോർമലൈസ് ചെയ്യാതിരിക്കൂ, ക്ഷമിക്കുക. ഞാൻ ഇപ്പം ഇന്ന് ക്ഷമിക്കുക, അല്ലെങ്കിൽ ഒരടിയല്ലേ. പിന്നെ ഫിസിക്കൽ വയലൻസ് നിർബന്ധമല്ല കേട്ടോ. ഇപ്പോൾ ഇയാൾ തന്നെയാണെങ്കിൽ സംശയം എന്നാണ് പറയുന്നത്. ഈ മർഡർ കേസിനെ ന്യായീകരിക്കുന്നതാണ് എല്ലാവരും. കൊന്നത് അത് കാരണമായിരിക്കും. അപ്പോൾ കൊന്നതങ്ങ് അടിയിലായി, ചെയ്ത് ആ സംശയത്തിൻ്റെ പേരിലാണ് റീസൺ കണ്ടുപിടിക്കുമല്ലേ കൊന്നതിനുള്ള മരണം. അതൊരു ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ എന്ത് തന്നെയാണ് എങ്കിലും നോർമലൈസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അത് വെറുതെ നിസ്സാരമാക്കി കളയാതിരിക്കുക. ഇപ്പം എന്നെപ്പോലുള്ള അഡ്വക്കേറ്റ് പറയുകയാണെങ്കിൽ പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് കേസ് കൂടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളെ വളരെ വലിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ നിസ്സാര കാര്യങ്ങൾ ഭയങ്കരമായിട്ട് പറയുകയാണ്. പക്ഷെ ഒരിക്കലും അല്ല. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അത് സാധാരണക്കാർക്ക് അറിഞ്ഞുകൂടാതെ പോകുന്നു. മാരേജ് ആണെങ്കിലും എന്ത് തന്നെയാണ് അതിനേക്കാളും മുകളിൽ നമുക്ക് ലോയുടെ എല്ലാവിധമായ സംരക്ഷണം, ഫാമിലി ലോസിൻ്റെ എല്ലാവിധമായ സംരക്ഷണവും നൽകുന്നുണ്ട്. ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് നിയമം ചെയ്യുന്നത്. എല്ലാവർക്കും ഡിഗ്നിറ്റിയോട് ജീവിക്കാൻ, അല്ലെങ്കിൽ അവളുടെ സ്വന്തമായിട്ടുള്ള ജീവിതം കാത്തു സൂക്ഷിക്കാനുള്ള എല്ലാവിധമായ അവകാശങ്ങളും നിയമം തരുന്നുണ്ട്. അത് ഈ കേസിൽ കൂടെ നിങ്ങൾക്കൊരു റിമൈൻഡർ ആയിക്കോട്ടെ, വാണിംഗ് ആയിക്കോട്ടെ. ഇനിയുമുള്ള അൽമമാർ വരാതിരിക്കും. എനിക്ക് തോന്നുന്നില്ല അൽമയായിരിക്കും അവസാനത്തെ ഒരു വിക്ടിമാണെന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. ഇനിയും വരുമ്പോൾ ഫാമിലി പ്രശ്നമാണ്, ഭർത്താവ് കുടിച്ചിട്ടടിച്ചതാണ്, അല്ലെങ്കിൽ അതാണ് ഇതാണ്, അല്ലെങ്കിൽ അവൾക്ക് സംശയമാണ്, അവൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്. ഇങ്ങനെ പല ന്യായീകരണങ്ങളുണ്ട്. മർഡറിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. ഒരു അബ്യൂസിനെ, ഒരു അസോൾട്ടിനെ ന്യായീകരിക്കാനും പറ്റില്ല.